ബോംബ് സ്ഫോടനത്തിന്റെ അകത്ത് ചെറുപ്പക്കാരെ കൊല്ലാത്ത CPM-ന്റെ അപൂർവ കൊലകളിൽ ഒന്നാണ് ഇത്. അത് മെച്ചെന്നല്ലാണ്ട് എന്താ പറയേണ്ടത്? അത്രയായാലും വൃദ്ധം മരിച്ചു എന്ന് ഞാൻ വൃദ്ധം മരിച്ചു എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവിടെ ചെറുപ്പക്കാർ മരിച്ചില്ല. ചെറുപ്പക്കാർ മരിച്ച ഈ കഴിഞ്ഞതെല്ലാം ദിവസങ്ങളിൽ എത്ര ചെറുപ്പക്കാരെ കൊന്നു, എത്ര ചെറുപ്പക്കാരെ CPM-കാർ കൊന്നു. ഈ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തക നേതാക്കന്മാരെ അവരെത്ര എണ്ണത്തിന് ബോംബ് പൊട്ടിച്ച് മരിപ്പിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ ഇതങ്ങനെ ഒരു മരണം പോകുമ്പോൾ ചെറുപ്പക്കാർ കുറേ ആളുണ്ട് ജീവിക്കുന്നു. അത്രേ അതിന് ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് നിങ്ങളെന്തെങ്കിലും പുകച്ച് കാറ്റുന്ന നിങ്ങൾ കയറ്റിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനിത് എത്ര കണ്ടു, എത്ര കേട്ടു. ശരി. എന്നാൽ ബോംബ് സ്ഫോടന വിഷയത്തിൽ നിയമസഭയിൽ അടക്കം വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായി. അതിനുശേഷം അവിടെ തന്നെ ഉള്ളൊരു അയൽവാസിയായ ഒരു സ്ത്രീ ഇത് CPM നിരന്തരം ഇവിടെ ബോംബ് നിർമ്മിക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞു രംഗത്ത് വരികയും ചെയ്തു. ഇതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ചോദിക്കുന്നത്, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ഈ പറയുന്ന അക്രമത്തിലും കൊലപാതകത്തിലുമാണ്. അതിലൊന്ന് ബോംബുകളാണ്. ഏറ്റവും കൂടുതൽ ബോംബ്. ഞാൻ ചോദിക്കുന്ന അവർ ആ പാർട്ടി ഓഫീസിൽ ബോംബ് കെട്ടാത്ത സ്ഥലം എവിടെയാണ്? ബോംബ് എറിയാത്ത സ്ഥലം എവിടെയാണ്? എത്ര ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അവർ ബോംബെറിഞ്ഞ് കൊന്നിട്ടുണ്ട്. CPM-ന്റെ ആളുകൾ തന്നെ CPM-മാർ ബോംബെറിഞ്ഞ് കൊന്നിട്ടില്ലേ? ഇതെല്ലാം നിങ്ങളെന്താ മറന്നുപോയോ പത്രക്കാർക്ക്? അപ്പോൾ അതൊരു യാഥാർത്ഥ്യമല്ലേ? CPM-ന്റെ രാഷ്ട്രീയ വളർച്ച മുഴുവൻ അക്രമത്തിൻ്റെ മുമ്പിൽ ആളുകളെ വിറപ്പിച്ച് നിർത്തിയിട്ടാണ് രാഷ്ട്രീയം കളിക്കുന്നത്. അതിൽ അവരുടെ ഏറ്റവും ആദ്യത്തെ ആയുധമാണ് ഈ ബോംബ്. ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഈ ബോംബ് കണ്ണൂർ ആദ്യം കണ്ടത് ഈ DCC ഓഫീസിലാണെന്നാണ്. അതെ, അതിന് പറയേണ്ട ഉത്തരം ഞാൻ ഇടുന്ന പത്രക്കാരോട് പറയുന്നത് ശരിയല്ല. പിണറായി വിജയനല്ലേ പറഞ്ഞു? ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ? അവൻ വെട്ടിക്കൊന്ന ആളെത്രയാ? അവൻ വെടിവെച്ച് കൊന്ന ആളെത്രയാ? അവൻ ബോംബെറിഞ്ഞ് കൊന്ന ആളെത്രയാ? പറയണോ ആളുകളെ പേര്? ഇനിയും മത്സരിക്കുന്ന കാലം മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ? എത്ര ആളുകളെ കൊന്നു? സുധാകരൻ റെക്കോർഡില്ല. മനസ്സിലായോ? ഈ DCC ഓഫീസിൽ ബോംബ്, ആ DCC ഓഫീസിൽ വന്ന് സെർച്ച് ചെയ്ത് പോലീസുകാർ കൊണ്ടുവന്ന് CPM-ന്റെ ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ എവിടുന്ന ബോംബ് പിടിച്ചത്? DCC ഓഫീസിൽ നിന്ന് എഴുതാ ബോംബ് പിടിച്ചത്. മുഖ്യമന്ത്രിയാണ് പറയുന്നത്. അതിനാ പറയുന്നത് അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി. പറഞ്ഞ മനസ്സിലാക്കരുത്. അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി. കോൺഗ്രസ്സുകാരന്റെ ആ ബോംബ് എറിലൊന്നും ആരും മരിച്ചിട്ടില്ല. ഞങ്ങൾ ആരെയും ബോംബ് എറിച്ചിട്ടില്ല, കൊന്നിട്ടില്ല, ബോംബ് നിർമ്മിച്ചിട്ടില്ല. മനസ്സിലായോ? ഞങ്ങൾക്കല്ലേ സേവറി ഹോട്ടലാരാ? ഞാനല്ലേ, നമ്മൾക്കതല്ലേ എറിഞ്ഞത് ബോംബ്?